തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. മനുഷ്യന്റെ പ്രശ്നം കൂടി മനസ്സിലാക്കി വനം വന്യജീവി വകുപ്പിനെ കൂടുതൽ മനുഷ്യ സൗഹൃദമാക്കുവാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളുടെ പരിധിയിൽ നബാർഡ് ധനസഹായത്തോടെ 15.68 കോടി രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ച വിവിധ ഓഫീസുകളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പ് നടപ്പിലാക്കിയ വന സൗഹൃദ അദാലത്തുകൾ വഴി വനം വകുപ്പ് ജീവനക്കാരും ജനങ്ങളും തമ്മിൽ സൗഹൃദം വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. വനമേഖലയോട് ചേർന്നുള്ള 241 പഞ്ചായത്തുകളിലായി നടത്തിയ അദാലത്തുകളിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ സഹിഷ്ണുതയോടെ കേട്ടു. ഇതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ സൗഹാർദ്ദ അന്തരീക്ഷം വളർത്തിയെടുക്കാൻ സഹായിച്ചതെന്നും മന്ത്രി വിശദീകരിച്ചു. എങ്ങനെയാണ് കാട്ടുമൃഗങ്ങളെ നേരിടേണ്ടത് എന്നതിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ വനവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പുഴയിൽ ഉൾപ്പെടെ ചോദിച്ചു, നമുക്ക് ആദ്യം വേണ്ടതല്ല ജനങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സൗഹൃദത്തിൽ മുന്നോട്ട് പോകണം. അങ്ങനെ ജനവിരുദ്ധ വകുപ്പ് എന്ന പേര് മാറ്റി വനം വകുപ്പിനെ ജനസൗഹൃദ വകുപ്പാക്കി മാറ്റുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. എന്നാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുകയും ചെയ്തു. അതിന് സഹായിച്ചത് വകുപ്പ് നടപ്പിലാക്കിയ പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ വന സൗഹൃദ സദസ്സുകളാണ്. റാപ്പിഡ് റെസ്പോൺസ് ടീം കെട്ടിടം, നിലമ്പൂർ ഫ്ലൈയിങ് സ്ക്വാഡ് കെട്ടിടം, വെറ്റിനറി കോംപ്ലക്സ്, നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ കോംപ്ലക്സ്, നെടുങ്കയം മാഞ്ചേരി റോഡ് കരുളായി റേഞ്ച് ഓഫീസ് കെട്ടിടം, സൗരോർജ തൂക്കുവേലി, വളവശ്ശേരി സ്റ്റാഫ് ബാരാക്ക് എന്നിവയുടെ ഉദ്ഘാടനവും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് ലഭ്യമായ പുതിയ ബൈക്കുകളുടെ വിതരണവുമാണ് മന്ത്രി നിർവഹിച്ചത്. PV അൻവർ MLA ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ Dr. P. പുകയേന്തി, പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ K. വിജയാനന്ദൻ, കോഴിക്കോട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, നിലമ്പൂർ നോർത്ത് DFO P. കാർത്തിക, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മലപ്പുറം.